നമസ്തേ. പ്രകൃതിയുടെ വരദാനമായ രത്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന രത്നശാസ്ത്രയുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രത്തിലേക്ക് സ്വാഗതം സാർ. നമസ്കാരം. നമസ്തേ. നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഒരു കാര്യമായിരുന്നു വൃശ്ചിക രാശി, വൃശ്ചിക ലഗ്നത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ലഗ്നാധിപനായ ചൊവ്വയുടെ കാര്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. എനിക്ക് തോന്നി ഈ ലഗ്നാധിപൻ ചൊവ്വയായിട്ട് വരുമ്പം നമ്മൾ വളരെയധികം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ട് ശേഷമാണ് നമ്മൾ ആ ഒരു രത്നത്തിൻ്റെ നിർണയത്തിലേക്ക് പോകുന്നത്. കാരണം കഴിഞ്ഞ ആ ഒരു ചാർട്ടിൽ പറഞ്ഞ കാര്യം ലഗ്നാധിപനും ചൊവ്വയാണ്, പക്ഷേ സാർ അവിടെ ആ ഒരു കൊടുത്തിട്ടില്ല. വൃശ്ചിക രാശി എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ രാശിയാണ്. 8ാമത്തെ രാശിയാണ് സോഡിയാക് സൈനിൽ. ഇനി വൃശ്ചിക ലഗ്നം കൂടെ ആണെങ്കിൽ പക്ക ചൊവ്വയ്ക്കുള്ള ആധിപത്യം കൂടി ലഗ്നാധിപൻ തന്നെ ലഗ്നത്തിലല്ല, ലഗ്നാധിപൻ ചൊവ്വ തന്നെ ലഗ്നാധിപനുമായിട്ട് മാറി. അവിടെ ലഗ്നത്തിൽ ചൊവ്വയും കൂടെ നിന്നാലോ വളരെ സവിശേഷമായിട്ടുള്ള ഒരു ഗുണം അവിടെ ഉണ്ടാവും, ആ വ്യക്തിക്കുണ്ടാവും. എങ്കിൽ പോലും ഇപ്പോൾ ചൊവ്വ മനസ്സിന് ധൈര്യവും കോൺഫിഡൻസും പ്രത്യേകിച്ച് ലഗ്നത്തിൽ നിൽക്കുമ്പം ഒക്കെ ഉണ്ടാകുമെങ്കിലും നമ്മൾ അത് ഓവറായിട്ടുള്ള ഒരു ചൊവ്വയ്ക്കുള്ള ഡിവിഷണൽ ചാർട്ടുകളിലൂടെ ചെക്ക് ചെയ്യുമ്പോൾ ചൊവ്വയ്ക്ക് വളരെയധികം പവർ ഉണ്ടെങ്കിലും നമ്മളവിടെ ഇത് കൊടുക്കുന്നില്ല, കോറൽസ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ലഗ്നാധിപൻ ചൊവ്വയുടെ കല്ലുകൾ കൊടുക്കുന്ന ചാർട്ടുകളുണ്ട്. ഉദാഹരണത്തിന് ചന്ദ്രൻ അവിടെ ഉണ്ടെങ്കിൽ വൃശ്ചികത്തിലെ ചന്ദ്രന് നീചാവസ്ഥ, ഡെബിലിറ്റേഷൻ സംഭവിക്കുന്നു. ഇപ്പം നമ്മൾ വൃശ്ചിക ലഗ്നത്തിൽ ചൊവ്വ നിൽപ്പുണ്ട്, ചന്ദ്രൻ നിൽപ്പുണ്ട്. ആ ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ ഈ ചന്ദ്രൻ അവിടെ ഡെബിലിറ്റേഷൻ സംഭവിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ചന്ദ്രന് കംഫർട്ടബിളായിട്ടുള്ള ഒരു രാശിയല്ല വൃശ്ചികം. ചന്ദ്രൻ ഒരു ലൂമിനസ് പ്ലാനറ്റാണ്, മനസ്സിലായല്ലേ? അതിൻ്റെ റിഫ്ലക്ഷൻ, ആ ഒരു സ്പാർക്കിങ് ഒന്നും ഈ ഇരുണ്ട വെട്ടം കയറാത്ത രാശിയിലില്ല. കംഫർട്ടബിൾ അല്ല പുള്ളി. തന്നെയല്ല, ചന്ദ്രൻ ഒരു മനസ്സിൻ്റെ ഒരു ഗ്രഹമാണ്, ഓപ്പണാണ്, സെൻസിറ്റീവാണ്. അപ്പോൾ നിഗൂഢത നിറഞ്ഞ ഈ വൃശ്ചികം രാശി പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും കംഫർട്ടബിൾ അല്ല. എന്നാൽ ചൊവ്വയുടെ തന്നെ രാശിയാണ് മേടം എന്ന് ഓർത്തണം. അത് സൂര്യൻ്റെ ഉച്ചരാശിയായതുകൊണ്ട് അവിടെ എപ്പോഴും വെട്ടവും വെളിച്ചമുണ്ട്. ഈ പുള്ളി അവിടെ കംഫർട്ടബിളാണ് ചന്ദ്രൻ. ഇവിടെ ഇരുണ്ട് മൂടി നിഗൂഢത നിറഞ്ഞ ഈ വൃശ്ചിക രാശിയിൽ ചന്ദ്രൻ നീചപ്പെട്ടു പോകുന്നതിൻ്റെ മെയിൻ കാരണം അതാണ്. ചന്ദ്രൻ്റെ തിളക്കമോ ഒന്നുമില്ല. അപ്പോൾ ചന്ദ്രൻ്റെ തിളക്കമില്ലായ്മ എന്ന് പറയുമ്പം കാണുന്ന വിഷ്വൽ എഫക്റ്റ് അല്ല ഈ പറയുന്നത്. ചന്ദ്രൻ ആരാണ്? മനസ്സിൻ്റെ ഗ്രഹമാണ്, മാതാവാണ്, അമ്മയാണ്, സെൻസിറ്റീവാണ്. മനസ്സിലല്ലേ? അപ്പോൾ ഈ വ്യക്തിയെ അഫക്റ്റ് ചെയ്യുന്ന ഏരിയയും ഈ പറയുന്ന മനസ്സാണ്. സെൻസിബിൾ ആയിട്ടുള്ള ആളായിരിക്കും, വളരെ സെൻസിറ്റീവായിരിക്കും. ഇപ്പോൾ കുട്ടികളൊക്കെ ലഗ്നത്തിൽ, ഈ വൃശ്ചിക ലഗ്നത്തിൽ ചന്ദ്രൻ നീചപ്പെട്ട് നോക്കുവാണെങ്കിൽ സെൻസിറ്റീവാണ് 100%. അത് വളരെ വീക്കാണ്, തൊട്ടാ കരയും. എന്ത് കാര്യത്തിനതും പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലല്ലേ? ചന്ദ്രൻ മാതാവും ചൈൽഡ്ഹുഡ് അങ്ങനെ ഉള്ള ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അതിന് നീചാവസ്ഥ വന്നാൽ മനസ്സിനെയാണ് ബാധിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ബാധിക്കുന്ന ഗ്രഹം ചന്ദ്രൻ. അത് നീചപ്പെട്ടു പോയാൽ അവിടെ തീർന്നു. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി വൃശ്ചിക ലഗ്നമാണ്, വൃശ്ചിക രാശിയിലാണ് ചന്ദ്രൻ നീചം, അവിടെ ചൊവ്വ നിപ്പുണ്ടെങ്കിലും ചൊവ്വയുടെ കല്ല് നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കും. അപ്പോൾ ചന്ദ്രൻ്റെ ആ ഒരു മേൽ എഫക്റ്റ് മാറി ചൊവ്വ വീണ്ടും അവിടെ സ്ട്രോങ് ആവും. ചൊവ്വ സ്ട്രോങ് ആകുമ്പോൾ എന്തും മനസ്സിന് ധൈര്യക്കുറവുള്ള എന്തും നേരിടും അങ്ങ്. അപ്പം കോൺഫിഡൻസ് വന്നു. ചന്ദ്രൻ നീചത്തിൽ പോയാൽ കോൺഫിഡൻസ് ലെവലാണ് പോകുന്നത്. നമുക്ക് കോൺഫിഡൻസ് കാണും, ഒരു കാര്യം എടുത്ത് ചെയ്യാനൊന്നും ഉള്ള കോൺഫിഡൻസ്
ചന്ദ്രന് കിട്ടത്തില്ല. ചന്ദ്രൻ വീക്കാണ് പറ്റില്ല. അപ്പോൾ ആ ഒരു അവസ്ഥാവിശേഷം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോറൽസ് കൂടുതൽ ക്യാരറ്റ് അവിടെ കൊടുക്കുക. പെട്ടെന്ന് ചേഞ്ചസ് വരും, പെട്ടെന്ന് ആളിൽ ചേഞ്ചസ് വരും. കോറൽസ് യൂസ് ചെയ്താൽ മതി. പിള്ളേർക്കാണെങ്കിലും അത് പെൻഡൻ്റായിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ അപ്പോൾ ചേഞ്ച് വരും. കാരണം മനസ്സിൻ്റെ ആ ഒരു പേടി, ഒരു ധൈര്യക്കുറവ്, ഒരു മുറിയിൽ നിന്ന് മറ്റേ മുറിയിലോട്ട് പോകാൻ പേടിയുള്ള പിള്ളേർ വരെ കാണും. പിന്നെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. ചന്ദ്രൻ ഈ ബ്രീത്തിങ്, ലങ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇനി വാവിനോ വല്ലതുമാണ് ജനിച്ചിരിക്കുന്നത്. ഇപ്പോൾ സൂര്യനും കൂടെ അവിടെയുണ്ട്, കറുത്ത വാവിനെങ്ങാനും ആണെങ്കിൽ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും. അവിടെ നമ്മൾ നല്ല ക്യാരറ്റേജ് കോറൽസ് കൊടുക്കും. നല്ല ക്യാരറ്റേജ് കോറൽസ് കൊടുത്താൽ വളരെയധികം ചേഞ്ചസും വ്യത്യാസവും ഉണ്ടാവും. ആ വ്യക്തിയിൽ അപ്പം തന്നെ മാറ്റം വരും. അപ്പോൾ അവിടെയാണ് ആ ക്യാരറ്റേജ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ അത്യാവശ്യം ഒരു വെയിറ്റുള്ള സ്റ്റോൺ തന്നെ, ഒരു 5 ക്യാരറ്റ് 6 ക്യാരറ്റ് മിനിമം ആൾക്ക് കൊടുക്കണം. ചില കേസിൽ ഞാൻ 9 ക്യാരറ്റ് വരെ കൊടുത്തിട്ടുണ്ട്, 10 ക്യാരറ്റിനടുത്ത്. കാരണം അങ്ങനെയുള്ള ചാർട്ട് എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് അത് പറയുമ്പോൾ അത് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. സാറിന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, കോറൽസൊക്കെ കൊടുക്കുമ്പോൾ വളരെ എൻ്റെ ക്യാരറ്റ് ശ്രദ്ധിക്കണം, ആവശ്യകത ശ്രദ്ധിക്കണം, ചുവയുടെ എല്ലാ ആസ്പെക്ട്സും നമ്മൾ ചെക്ക് ചെയ്യണം. ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ചില കേസിൽ നമുക്ക് സാർ ഇതെല്ലാം പറഞ്ഞു, സാർ എനിക്ക് 10 ക്യാരറ്റ് തന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരിക്കും എൻ്റെ കാരണം. അത് ഓരോ വ്യക്തികളുടെയും ചാർട്ടിനെ ആസ്പദമാക്കിയിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചന്ദ്രനും സൂര്യനും ഒക്കെ റോങ് സൈഡിൽ പോയിരിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ചന്ദ്രൻ നിൽക്കുന്നത് വൃശ്ചികത്തിൽ നീച്ചപ്പെട്ട്, സൂര്യൻ തുലാത്തിൽ നിൽക്കുന്നു, തുലാമാസം ജനിച്ച ഒരു വ്യക്തി. രണ്ടും വീക്കായാലോ. പിന്നെ പുള്ളിക്ക് റെഡ് എനർജി കിട്ടാനും ഉന്മേഷവും ഉത്സാഹവും പകരുന്ന ഏക പ്ലാനറ്റ് ചൊവ്വയാവും. അവിടെ പിന്നെ ചൊവ്വയുടെ സ്റ്റോൺ ആപ്ലിക്കബിൾ ആണോ എന്ന് മാത്രമേ നമ്മൾ നോക്കണമെങ്കിൽ നല്ല ക്യാരറ്റ് ആൾക്ക് കൊടുക്കുക. നമ്മൾ പറഞ്ഞു വന്നത് വൃശ്ചികം ഇതിൽ ചൊവ്വയുടെ ആ ഒരു പൊസിഷൻ, അവിടെ നമ്മൾ ഒരു ചാർട്ട് പറഞ്ഞു ആൾക്ക് ഒട്ടും മാച്ചിങ് അല്ല, റെഡ് കോറിൽ ഒട്ടും നമ്മൾ ആൾക്ക് കൊടുക്കുന്നില്ല. പക്ഷേ ഈ ഒരു ചാർട്ടിൽ ഈ ഒരു കാര്യത്തിൽ ആൾക്ക് നമ്മൾ മാക്സിമം ക്യാരറ്റേജ് ആണ്. കാരണം സൂര്യചന്ദ്രന്മാരെ കോറൽസ് നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോഴും കൊടുക്കുമ്പോഴും ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സൂര്യചന്ദ്രന്മാരുടെ പൊസിഷൻ. ഇപ്പോൾ സൂര്യനും എക്സോൾട്ടഡ് ആയിട്ട് നിൽക്കുക എന്ന് വിചാരിക്കുക. ഓക്കെ. ചൊവ്വയ്ക്കും നല്ല ഒരു പവർ ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്യാരറ്റൊക്കെ കുറയ്ക്കേണ്ടി വരും. കാരണം സൂര്യനും ചന്ദ്രനും വീക്കായിപ്പോയി. ഞാൻ സംസാരിച്ചതുപോലെ ഞാനൊരു ചാർട്ട് ഞാൻ പറയാം. ഇത് വൃശ്ചിക ലഗ്നമാണ്. ഓക്കെ. സെക്കൻഡ് ഹൗസ് ധനുവിൽ ചൊവ്വയും വ്യാഴവും നിൽപ്പുണ്ട്. 84-ലെ ഒരു ചാർട്ട്. ചൊവ്വയും വ്യാഴവും, വ്യാഴത്തിൻ്റെ ഓൺ ക്ഷേത്രം ധനു എന്ന് പറയുന്നത്. ചൊവ്വ ലഗ്നാധിപനാണ്. അവിടെ സെക്കൻഡ് ഹൗസിൽ പോയി നിൽക്കുന്നത്. സംസാരം, മണി മാറ്റേഴ്സിലൊക്കെ ചൊവ്വയും വ്യാഴം നല്ലൊരു കോമ്പിനേഷനുള്ള മിത്ര ഗ്രഹങ്ങളാണ് ചൊവ്വയും വ്യാഴവും. സെക്കൻഡ് ഹൗസിൽ നിൽക്കുന്നത് കൊണ്ട്, സംസാര സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഈ വ്യക്തി ഒന്നുമില്ലെങ്കിൽ പഠിപ്പിക്കുന്ന ടീച്ചിങ് പ്രൊഫഷനിൽ നല്ലൊരു നല്ല ഒരു ഫാക്കൽറ്റി ആയിരിക്കും പുള്ളി. നല്ലൊരു ഗുരുസ്ഥാനമാണ് ഉള്ളത്. വെറും ഗുരുസ്ഥാനമല്ല, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഗുരുവായിരിക്കും. ക്ലാസ് എടുക്കുന്നെങ്കിൽ പിള്ളേർക്ക് പേടിയുള്ള ഒരാളായിരിക്കും അധ്യാപനായി. കാരണം ചൊവ്വ സ്ട്രിക്റ്റാണ്, ഡിസിപ്ലിനാണ്. ചൊവ്വയുടെ നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്. ലഗ്നാധിപൻ ചൊവ്വ ഡിവൈൻ പ്ലാനറ്റ് വ്യാഴമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ആ ചൊവ്വയ്ക്ക് നല്ല ഒരു പൊസിഷനിങ് വന്നു. അപ്പോൾ അത് പഠിപ്പീരാണല്ലോ, ഗുരുസ്ഥാനമാണല്ലോ. ഒരു നല്ല സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകേണ്ട കൃത്യനിഷ്ഠ പഠിപ്പിക്കുന്ന ഒരു ഗുരുവായിരിക്കും ഇദ്ദേഹം. അതായത് ചൊവ്വയുടെയും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെതുമായിട്ട് എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ടാവും. ഉറപ്പായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറായിരിക്കും. ഇവിടെ സ്റ്റാർട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സൂര്യൻ നീചാവസ്ഥ. പുള്ളി തുലാമാസത്തിൽ ജനിച്ചു, സൂര്യൻ നീചപ്പെട്ടു, ചന്ദ്രൻ കൂടെയുണ്ട്. ചന്ദ്രനും തീർത്തും പവറില്ല. അമാവാസിയോട് അടുപ്പിച്ചിട്ടുള്ള ജനനം. അപ്പം സൂര്യചന്ദ്രന്മാരിൽ രണ്ടുപേരും വീക്കായി.
അപ്പോൾ ചന്ദ്രദശിയെ പറ്റിയാണെന്ന് തോന്നുന്നു, ഞാനത് നോട്ട് ചെയ്തിട്ടില്ല. ചന്ദ്രദശി അപ്പോൾ ചന്ദ്രബലമില്ല, പിറ്റേ ദിവസം കറുത്തവാവാം. അപ്പോൾ സൂര്യനും പോയി ചന്ദ്രനും പോയി. ആ ഒരു വെട്ടവും വെളിച്ചവും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്, സ്ട്രിക്റ്റായിട്ടുള്ള ഒരാളാണ് ഒക്കെയാണെന്ന് പറഞ്ഞാൽ ഈ മാനേജ്മെൻറ്റ് ഇദ്ദേഹത്തെ അങ്ങ് കൺസിഡർ ചെയ്യത്തില്ല. പുള്ളിക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും ഇല്ലാതായി പോവുക ചെയ്യുന്നത്. കാരണം അത് റെക്കഗ്നീഷൻ തരേണ്ട പ്ലാനറ്റ് സൂര്യൻ 10ാം ഭാവാധിപനുള്ള കർമാധിപൻ കൂടെ അത് നീചപ്പെട്ടു പോയി. ഭാഗ്യാധിപൻ ആരാണ്? ചന്ദ്രൻ. ചന്ദ്രൻ പറഞ്ഞ പോലെ നീചമല്ല, വന്നിട്ടില്ല. പക്ഷേ ചന്ദ്രൻ ഒരു മൈനസ് ബലമില്ലാതെ നിൽക്കുക അമാവാസിയുടെ തലേ ദിവസം. അപ്പോൾ ഓൾമോസ്റ്റ് അമാവാസി തന്നെ നമുക്ക് കരുതണം. ചന്ദ്രബലമില്ല. അപ്പോൾ ഭാഗ്യക്കുറവും കർമാധിപന് നീചസ്ഥിതിയും വന്നു. കൂടെ മാത്രമല്ല ശനി നിൽപ്പുണ്ടോ എക്സൗണ്ടറായിട്ട്. സൂര്യനും ശനിയും നമ്മൾ സംസാരിച്ചിട്ടുള്ള രണ്ടും തുലാത്തിലാണ് നിൽക്കുന്നത് ഈ ചാർട്ടിൽ. അപ്പോൾ ആ ഒരു മൈനസ് പോയിൻറ്റ്സ് പുള്ളിക്കുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്ത് വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും കല്ല് നമ്മൾ കൊടുത്തു. റെഡ് കോറൽസും അതുപോലെ ഒരു 6+ ക്യാരറ്റ് റെഡ് കോറൽ, മാക്സിമം ക്യാരറ്റേജ് ആണ് ആൾക്ക്. ഒരു 3+ ക്യാരറ്റ് യെല്ലോ സഫയർ. യെല്ലോ സഫയർ കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ യെല്ലോ സഫയർ എക്സ്പെൻസീവ് കല്ല. ശ്രീലങ്കൻ യെല്ലോ സഫയർ ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതും കൊടുക്കുന്നതും. ബാങ്കോക്കിൽ നിന്ന് വരുന്നതല്ല, ഡാർക്ക് കളറല്ല, ബെറിലിയം ട്രീറ്റ്മെൻ്റ് ഉള്ളതല്ല, 100% നാച്ചുറൽ യെല്ലോ സഫയർ. ഒരു 3 to 4 ക്യാരറ്റൊക്കെ ഇതിനകത്ത് ഇടാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. റെഡ് കോറിലൊരു മിനിമം ഒരു 6 ക്യാരറ്റെങ്കിലും കൊടുക്കുന്നതോടുകൂടി തന്നെ പുള്ളിക്ക് ഭയങ്കര കോൺഫിഡൻസ് ലെവൽ വരും. സെക്കൻഡ് ഹൗസ് ഒന്ന് ആക്ടിവേറ്റഡ് ആവും. സെക്കൻഡ് ഹൗസ് ആക്ടിവേറ്റഡ് ആകുമ്പം ഈ തടഞ്ഞു നിൽക്കുന്ന ഇൻഗ്രിമെൻ്റൊക്കെ കയറി വരും, ഓട്ടോമാറ്റിക്കലി വരും. ഇതിനകത്ത് ഒരു കുഴപ്പങ്ങളും ഇതിനകത്ത് ഇല്ല, പറയാനില്ല. പക്ഷേ എന്താ വെച്ചാൽ ഈ സൂര്യനും ചന്ദ്രനും ചാർട്ടിൽ നെഗറ്റീവായി നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ബ്രൈറ്റ്നെസ് കുറവ്, ഒരു വെട്ടക്കുറവാണ് വരുന്നത് അവിടെ ലൈഫിൽ. കാരണം സൂര്യനും ചന്ദ്രനും വെട്ടവും വെളിച്ചവും തരുന്ന ഗ്രഹങ്ങളാണ്. അതിന് എന്തെങ്കിലും ഒരു മാൽ എഫക്റ്റ് വന്നാൽ ജീവിതത്തിൽ വെട്ടക്കുറവായിരിക്കും നമുക്ക് സംഭവിക്കുന്നത്. പിന്നെ വെട്ടം ഉണ്ടാക്കാനുള്ള വഴിയാണ് ഇതുപോലത്തെ കോറിലൊക്കെ കൊടുത്ത് വെട്ടം ഉണ്ടാക്കിയെടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് അവിടെ ഈ നല്ല നല്ല കോറൽസും, നല്ല കോറൽസ് എന്ന് പറയാനും കാരണമുണ്ട്. നല്ല കോറൽസ് എന്ന് പറയുന്നത് ഒട്ടും ബ്ലീച്ചിങ് അല്ലാത്ത വേണം, അൺബ്ലീച്ച്ഡ് കോറൽസ്. പിന്നെ സ്കെലിറ്റൻസും അതുപോലെ തന്നെ ഒരുപാട് മൃഗങ്ങളുടെ പറഞ്ഞ അസ്ഥികൂടവും വലിയ ഫിഷിൻ്റെയൊക്കെ ബോൺസും ഒക്കെ പൊടിച്ചിട്ട് പൗഡർ മിക്സ് ചെയ്ത് കോറൽസ് മാർക്കറ്റിൽ ധാരാളമുണ്ട്. അത് ഈ തീവാൻ കോറൽസ് പോലുള്ള കോറൽസുകൾ കാര്യങ്ങളൊന്നും വളരെ വില കുറവാണ്. വില വിഷയങ്ങൾ വരുമ്പോൾ പ്രോബ്ലം ഉണ്ട്. നമ്മൾ വില പറയുമ്പം നല്ല സ്റ്റോൺസ് ഇറ്റാലിയൻ കോറൽസ് ക്യാരറ്റിന് ഇത്ര രൂപ, അയ്യോ സാറേ ഇതിൻ്റെ കാൽ വിലയില്ലല്ലോ, വില കൂടുതലാണല്ലോ ഇവിടെ എന്ന് പറയും. കാരണം മറ്റേത് പൗഡർ മിക്സ്ഡ് ബ്ലീച്ച് ചെയ്തിരിക്കുന്ന കോറൽസാണ്. കോറലിൻ്റെ വിലയെ ചോദിക്കുന്നുള്ളൂ. അപ്പം ഇത് നമുക്കും മനസ്സിലാകണം, കടക്കാർക്കും മനസ്സിലാകണം. ഇനി ഇറ്റാലിയൻ കോറൽസാണ് ഇതിലും വിലയായി, നല്ല വില കൊടുക്കേണ്ടി വരും. അപ്പം നമുക്ക് നല്ല സാധനങ്ങൾക്ക് നല്ല വില. എന്നാൽ പിന്നെ ഇത് സെയിലായിക്കൊണ്ടു നമ്മുടെ കടയിൽ നമ്മൾ മേടിച്ച് വെക്കാറില്ല. തീവാൻ കോറൽസോ ഈ കളർ കൂടിയ യെല്ലോ സഫയറോ നമ്മളൊരിക്കലും സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ മേടിച്ച് വെക്കത്തുമില്ല. അപ്പോൾ ഈ ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഒരു ഭയങ്കര പ്ലസ് പോയിന്റ് പുള്ളിക്കുണ്ട്, മൈനസ് പോയിന്റ് പുള്ളിക്ക് സൂര്യനും ചൊവ്വയും സൂര്യനും ചന്ദ്രനും വീക്കായിപ്പോയി. അപ്പോൾ ആൾക്ക് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ളത് റെഡ് കോറൽസും അതുപോലെ തന്നെ യെല്ലോ സഫയറുമാണ്. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ആൾക്ക് ഏറ്റവും സൂട്ടബിളായിട്ട് റെഡ് കോറൽസും അതുപോലെ തന്നെ യെല്ലോ സഫയറുമാണ് ഉപയോഗിക്കേണ്ടത്. അത് റെഡ് കോറലാണെങ്കിലും കുറച്ച് ക്യാരറ്റേജ് കൂടുതൽ ആൾ ഉപയോഗിക്കണം. അതും ട്രീറ്റ് ചെയ്യാത്ത, ബ്ലീച്ച് ചെയ്യാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഇറ്റാലിയൻ കോറൽസ് തന്നെയാണ് ആൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലത്. പിന്നെ അതുപോലെ സാർ പറഞ്ഞു യെല്ലോ സഫയർ ആണെങ്കിലും പെയിലായിട്ടുള്ള മഞ്ഞ നിറത്തിലുള്ള ഹീറ്റ് ചെയ്തിരിക്കുന്ന കളർ എൻഹാൻസ്ഡ് ആയിട്ടുള്ള യെല്ലോ സഫയർ നമുക്ക് അത്
ഇപ്പം അതാണ് മാർക്കറ്റ് തന്നെ കീഴടക്കിയത്. കംപ്ലീറ്റ് ആയിപ്പോയി. അത് കംപ്ലീറ്റ് ഭയങ്കര ബ്രൈറ്റ്നെസ് ഉള്ള മഞ്ഞയാണ്. നാച്ചുറലായിട്ടുള്ള യെല്ലോ സഫയറിന് അതില്ല. അത് വളരെ പെയിൽ യെലോയിഷ്. നമുക്ക് മഞ്ഞ ഉണ്ടോയെന്ന് പോലും നമ്മൾ ചിലപ്പോൾ ചില കല്ലുകൾ സംശയിക്കേണ്ടി വരും. നല്ല യെല്ലോ സഫയർ ആകുമ്പോൾ ചിലപ്പോൾ അത് അതിന് കളറ് കയറി ഇറങ്ങി നിൽക്കും. ചിലപ്പോൾ ഒരു വൈറ്റ്നെസ് വരും, പിന്നെ വെട്ടം കൊള്ളുമ്പോൾ ബ്രൈറ്റ്നെസ്സിലേക്ക് വരും. പക്ഷേ ബെറിലിയം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഈ ആർട്ടിഫിഷ്യൽ കളറിംഗ് ഉള്ള കല്ലുകളൊന്നും ഒരു കാലത്തും അതിൻ്റെ കളറും നഷ്ടപ്പെടത്തില്ല. അത് അങ്ങനെ തന്നെ നിൽക്കും, ഒരു ഗുണവും ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ളൂ. വിലയിൽ മാത്രം കുറവുണ്ടാവും. വിലയിൽ കുറവുണ്ടാവും. വിലയിലും കുറവൊന്നുമില്ല. ഇപ്പോൾ അതൊക്കെ വിലയിലും നല്ല വിലയ്ക്കാണ് വിൽക്കുന്നത്. കാരണം ഇതിന് ഈ വിലയുണ്ടല്ലോ, ആ വിലയ്ക്ക് യെല്ലോ സഫയറിന് അതിന് വിൽക്കും. അപ്പോൾ അത് വളരെ നമ്മൾ വളരെ നോക്കിയും കണ്ടും വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഈ അറിവ് കേടി പറ്റുന്നതാണ്. കാരണം അത് കാണാനായിട്ടുള്ള ചിലപ്പം ഭംഗി കുറച്ച് കൂടുതലാണ്. അത് കൂടുതൽ നമ്മൾ അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാത്തതുകൊണ്ട് നമ്മളൊക്കെ ജംസിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ഇത് കാരണം ഇതിന് സർട്ടിഫിക്കറ്റ് കിട്ടും. യെല്ലോ സഫയർ സർട്ടിഫിക്കറ്റ്. കാരണം യെല്ലോ സഫയറിൻ്റെ ദളത്തിലാണ് ഇത് ചെയ്യുന്നത്. മെയിൻ ചെയ്ത് വരുന്ന യെല്ലോ സഫയറിൻ്റെ ദളം. അപ്പം അതിനകത്ത് തന്നെ ഹാർഡ്നെസ്, സ്പെസിഫിക് ഗ്രാവിറ്റി എല്ലാം കറക്റ്റ് ആയിരിക്കും. അതിന് കളറ് കാണത്തില്ല. അപ്പം അതിലോട്ട് കളറ് കയറ്റുമ്പോൾ ഭയങ്കര വില വ്യത്യാസം വന്നു. അത് നടത്തുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മളെ പ്ലേസ് ഒന്നും പറയേണ്ട കാര്യമില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞു വന്ന ഈ ചാർട്ടിലാണെങ്കിലും ഈ ലഗ്നാധിപൻ ചൊവ്വയുടെ ഒരു പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ചൊവ്വ ലഗ്നാധിപനായിട്ട് വരുമ്പം അതിൻ്റെ കല്ല് ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. പൊതുവെ ജനറലി ഒരു തോക്കുണ്ട്, ലഗ്നാധിപൻ എവിടെ നിന്നാലും ഒരു കുഴപ്പമില്ല, ലഗ്നാധിപൻ്റെ കല്ല് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അതാണ് കൂടുതൽ ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഒറ്റ ഇതേ പറയുന്നുള്ളൂ, നിങ്ങൾ കോറൽസ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാം വേണം ലഗ്നാധിപൻ്റെ കല്ല് കൊടുത്തു. ഈ കോറൽസ് ഒരുപാട് മൈനസ് പോയിന്റ്സ് ഉള്ള, പ്ലസ് പോയിന്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ മൈനസ് പോയിന്റും ഉണ്ട്. പ്ലസ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഹെൽത്ത്, കോൺഫിഡൻസ് ലെവല്, റെഡ് എനർജി, ബ്ലഡ് സർക്കുലേഷൻ എല്ലാം തരും. മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ അല്ല എങ്കിൽ നമുക്കതിൻ്റെ റിവേഴ്സ് എഫക്റ്റ് ആയിരിക്കും വരുന്നത്. അതായത് നമുക്ക് ഈ പറയുന്ന പോലെ 8 ചൊവ്വയും ശനിയും നിൽക്കുന്നു, 7 ചൊവ്വയും ശനിയും നിൽക്കുന്നു. ലഗ്നാധിപനാണെങ്കിൽ പോലും വൃശ്ചിക ലഗ്നം 7 ചൊവ്വയും ശനിയാണ് ഞാൻ കൊടുക്കില്ല. വൃശ്ചിക ലഗ്നം 8 ചൊവ്വയും കേതു അല്ലെങ്കിൽ വേറെ ഗ്രഹങ്ങളാണ് നിൽക്കുന്നെങ്കിൽ കൊടുക്കാറില്ല. ഇതിനൊരു റിസ്ക് എടുക്കാം. നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റും. വേറെ ആളുടെ ലൈഫ് വെച്ച് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം അപകട ചാൻസസ് ആണ് കൂടുതൽ. പാർട്ട്ണറെ കൂടെ എഫക്റ്റ് ചെയ്യും. 7th ഹൗസ് എന്ന് പറയുന്നത് പാർട്ട്ണറാണ്. അതായത് ഈ ചൊവ്വയുടെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ആണ് 7th and 8th ഹൗസ്. ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മാരക സ്ഥാനം അത്. അതിന്റെ സ്റ്റോൺ നമുക്ക് ഒരിക്കലും സജസ്റ്റ് ചെയ്യാൻ പാടില്ല. വളരെ നോക്കിയതിന് ശേഷം അതിന്റെ പവർ നോക്കണം കേട്ടോ. 7th ഹൗസിലൊക്കെ നമുക്ക് ചില കേസുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതും ഈ പറയുന്ന ഓരോ വ്യക്തികളുടെ അതിന്റെ ക്യാരറ്റ്, അതിന്റെ തൂക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പം അതാണ്. ഇപ്പോൾ സാറ് പറഞ്ഞു ഈ ചൊവ്വയ്ക്ക് 7th ഹൗസ് അല്ലെങ്കിൽ 8th ഉള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്ന ഒരു മാരക സ്ഥാനമാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ ചൊവ്വയ്ക്ക് മറ്റ് ഗ്രഹങ്ങളായിട്ട് വരുന്ന ഒരു ഇതുപോലെ മോശമായിട്ടുള്ള കൺജങ്ഷൻസ്, ചൊവ്വ ശനി ബന്ധങ്ങൾ, ചൊവ്വ കേതു ബന്ധങ്ങൾ, ചൊവ്വ രാഹു ബന്ധങ്ങളൊന്നും അത്ര നല്ലതല്ല. അതും ഈ പറഞ്ഞ പോലെയുള്ള മാലഫെക്ട്സുകൾ അല്ലെങ്കിൽ ഉണ്ടാക്കും. ചൊവ്വ വ്യാഴം നല്ല കൺജക്ഷനാണ്, ചൊവ്വ ചന്ദ്രൻ നല്ല കൺജക്ഷനാണ്. ഇതൊക്കെ നല്ല കൺജക്ഷൻസ്. അത് വലിയ ദോഷകാരികളല്ല. അപ്പോൾ അവരുടെ എല്ലാം കല്ലുകൾ നമ്മൾ കൊടുക്കുമ്പോൾ, ഇപ്പോൾ വൃശ്ചിക ലഗ്നമോ മേടലഗ്നമോ ആണെങ്കിൽ ചില ഒഴിവുകൾ കാണും ആ കല്ലുകൾ കൊടുക്കാൻ. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാം. അല്ലാതുള്ള ലഗ്നത്തിന് ഒന്നും നമുക്കിത് കൊടുക്കുന്നത് റിസ്ക് ഉണ്ട്. അതിനകത്ത് റിസ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് അത് ചെയ്യാവുള്ളൂ എന്ന് മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ. ബാക്കി ഗ്രഹങ്ങളിലെ ഒന്നും നമുക്ക് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പം ഈ ലഗ്നാധിപൻ ചൊവ്വയായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഒന്ന് കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് അതിനെക്കുറിച്ചൊരു
വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ട് ശേഷമേ നമുക്ക് ഇതിന്റെ റെഡ് കോറൽസിനെ ലേഡീസിന് മാരേജൊക്കെ കഴിഞ്ഞിട്ടുള്ള ലേഡീസ് ആണെങ്കിലും അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന പെൺകുട്ടികളൊക്കെ ആണെങ്കിലും കോറൽസ് മാച്ച് ചെയ്യുന്നവർക്ക് എപ്പോഴും ടെൻഡൻസ് ആണുള്ളത്. കല്യാണം കഴിച്ചവർക്കാണ് താലിയുടെ കൂടെ കോറൽ കിടക്കുന്നത് ഒരു പ്രൊട്ടക്ഷൻ ആണെന്നാണ് പറഞ്ഞു വരുന്നത്. പണ്ട് മുതലേ കേട്ടുവരുന്ന കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ മംഗൽ എന്നാണല്ലോ ചൊവ്വയുടെ പേര്. ചൊവ്വ പിന്നെ ഒരു മാരേജിൻ്റെ ആളുമാണല്ലോ. അപ്പം ആ മംഗല്യ സ്ഥാനത്തിന് ഒരു ഐശ്വര്യം കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ നോർത്ത് ഇന്ത്യൻ ലേഡീസ്, തമിഴ് അങ്ങനെയുള്ള ലേഡീസ് അവർ കോറൽ ഉപയോഗിക്കുന്നത്. കോറലും കൂടെ താലിയുടെ കൂടെ കോറൽസ് കാണും അവർക്ക്. ആ ഡ്രം കോറൽ എന്ന് പറയും. തുളച്ചിട്ടുള്ള ഒരു വട്ടത്തിലുള്ള ഡ്രമ്മിൻ്റെ ഷേപ്പിലുള്ള കോറൽസ് ഉപയോഗിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ കല്ല് മാച്ചിങ് ആണെങ്കിൽ ലേഡീസിന് അവർക്ക് താലിയുടെ കൂടെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. മാരേജിന് വേണ്ടിയിട്ട് ഇപ്പോൾ ലേറ്റ് മാരേജൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്കൊക്കെ കോറൽ മാച്ചിങ് ആണെങ്കിൽ 3 പ്രാവശ്യം ഞാൻ പറയുകയാണെങ്കിൽ കോറൽ ചെയിനകത്തിടാം, യൂസ് ചെയ്യാം. അപ്പോൾ വളരെ ഒരു ശ്രദ്ധ വേണ്ട ഒരു മേഖലയാണ് ഈ കോറൽസിൻ്റെ ഒരു ഉപയോഗവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു രത്നധാരണത്തിലേക്ക് പോകുമ്പോൾ. പിന്നെ നിങ്ങൾ കല്ല് ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കാനാണെന്ന് ചോദിക്കുന്നവരുണ്ട്. കല്ലില്ലെങ്കിൽ കല്ലിലൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ചേർന്ന കല്ല് ഉപയോഗിച്ചാൽ അതിൻ്റെ ഗുണമുണ്ടാവും. വീടങ്ങ് പണിത് എന്നാ വാസ്തു നോക്കാനായിട്ടാണ് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ കറക്റ്റ് വാസ്തു താമസിക്കുന്നവർ അതിൻ്റെതായുള്ള ഗുണമുണ്ടാവും. അതിൻ്റെതായിട്ടുള്ള ഐശ്വര്യം എല്ലാം ശാസ്ത്രമാണ്. നമുക്കെല്ലാം ഡിനൈ ചെയ്യാനും ക്രിട്ടിസൈസ് ചെയ്യാനും എളുപ്പമാണ്. അത് ജീവിതത്തിൽ ലൈഫിലെ ഒരുപാട് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലും ധാരാളം വിവരങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ ചൊവ്വയുടെ രത്നത്തെക്കുറിച്ചും ധാരാളം വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവച്ചു. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിവരങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നമസ്കാരം.